ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം ആവർത്തന പുസ്തകം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ഇസ്രായേലിന് നൽകിയ അവസാന നിർദ്ദേശങ്ങളുടെ തുടർച്ചയാണ് ആവർത്തനം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ. കുടുംബം, നീതി, കരുണ, ആരാധന, ഉടമ്പടി, പ്രതിബദ്ധത എന്നിവയെ സംബന്ധിച്ച പ്രായോഗിക നിയമങ്ങളിൽ നിന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഗൗരവമായ പുതുക്കലിലേക്കാണ് ഈ അധ്യായങ്ങൾ നീങ്ങുന്നത്. ദൈവം മതപരമായ ആചാരങ്ങളിൽ മാത്രം താല്പര്യമുള്ളവനല്ല. തൻ്റെ സ്വഭാവം ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ ജനതയെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. 24-ാമത്തെ അധ്യായം വിവാഹം, വിവാഹമോചനം, കുടുംബ ഉത്തരവാദിത്വങ്ങൾ, വായ്പ, ദാസന്മാരോടുള്ള പെരുമാറ്റം, ദരിദ്രരെ സംരക്ഷിക്കൽ, സാമൂഹിക നീതി എന്നിവയെ സംബന്ധിച്ച വിവിധ നിയമങ്ങൾ മോശ നൽകുന്നു. ഈ അധ്യായത്തിൽ കാണുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ: പുതിയതായി വിവാഹിതനായ പുരുഷൻ 1 വർഷം വീട്ടിൽ താമസിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഒരാളുടെ ഉപജീവനത്തിന് അനിവാര്യമായ വസ്തുക്കൾ വായ്പയുടെ പണയമായി എടുക്കരുത്. ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത് മനുഷ്യക്കടത്തും നിരോധിച്ചിരിക്കുന്നു. തൊഴിലാളികൾക്ക് വേതനം സമയത്ത് നൽകണം. മാതാപിതാക്കളുടെ പാപങ്ങൾക്ക് മക്കളെയും മക്കളുടെ പാപങ്ങൾക്ക് മാതാപിതാക്കളെയും ശിക്ഷിക്കരുത്. പരദേശികളെയും വിധവകളെയും അനാഥരെയും സംരക്ഷിക്കണം. വയലിലെ വിളവിൻ്റെ ഒരു ഭാഗം ദരിദ്രർക്കും ആവശ്യക്കാർക്കും വേണ്ടി ശേഷിപ്പിക്കണം. ഈ നിയമങ്ങൾ ദൈവത്തിൻ്റെ കരുണാപൂർണമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. വിശുദ്ധി ആരാധനയിൽ മാത്രമല്ല, മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിലും പ്രകടമാകുന്നു. നീതി, കുടുംബം, തൊഴിൽ, ബലഹീനർ എന്നിവയെക്കുറിച്ച് ദൈവം ആഴത്തിൽ ശ്രദ്ധിക്കുന്നു. ജനങ്ങളോട് നീതിപൂർവം പെരുമാറുകയും മനുഷ്യ മഹത്വത്തെ സംരക്ഷിക്കുകയും ദരിദ്രരെ പരിപാലിക്കുകയും ബലഹീനരോട് കരുണ കാണിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുണ പ്രതിഫലിപ്പിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ശരിയായ ഉപദേശങ്ങൾ വിശ്വസിക്കുന്നതിൽ മാത്രമല്ല, ദൈനംദിന ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നതും ആണ്. 25-ാമത്തെ അധ്യായത്തിൽ നിയമപരമായ ശിക്ഷയിലെ നീതി, ജോലി ചെയ്യുന്ന മൃഗങ്ങളോടുള്ള കരുണ, കുടുംബാവകാശ സംരക്ഷണം, വ്യാപാരത്തിലെ സത്യസന്ധത എന്നിവയാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയങ്ങൾ. മോശ കൽപ്പിക്കുന്നു, കുറ്റത്തിന് അനുസരിച്ചുള്ള ശിക്ഷ നൽകണം. ധാന്യം മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. കുടുംബാവകാശം ഉത്തരവാദിത്തത്തോടെ സംരക്ഷിക്കണം. വ്യാപാരികൾ സത്യസന്ധമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിക്കണം. അമാലേക്കിൻ്റെ ദുഷ്പ്രവർത്തികൾ ഓർക്കുകയും അവർക്ക് ന്യായവിധി വരുത്തുകയും വേണം. ദൈവം നീതിയെയും സത്യസന്ധതയെയും ഉത്തരവാദിത്തത്തെയും വിലമതിക്കുന്നു. വഞ്ചനയും ചൂഷണവും ദൈവത്തിൻ്റെ വിശുദ്ധ മാനദണ്ഡങ്ങളെ ലംഘിക്കുന്നു. കാളയെക്കുറിച്ചുള്ള കൽപ്പന പോലും അധ്വാനിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തുന്നു. വ്യാപാരത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, തൊഴിൽ മേഖലയിൽ, ബന്ധങ്ങളിൽ എല്ലാം സത്യസന്ധതയോടെ ജീവിക്കാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന വഞ്ചനകളെയും ദൈവം കാണുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവത്തിൻ്റേതാണ്. 26-ാം അധ്യായത്തിൽ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് കൽപ്പിക്കപ്പെടുന്നു. അർപ്പണം സമർപ്പിക്കുമ്പോൾ അവർ അവരുടെ ചരിത്രം ഓർക്കണം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള പ്രതിബദ്ധതയും അവർ പ്രഖ്യാപിക്കണം. ഓർമ്മയിൽ നിന്നാണ് ആരാധന ആരംഭിക്കുന്നത്. തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഫലമാണെന്ന് ഇസ്രായേൽ ഓർമ്മിപ്പിക്കപ്പെടുന്നു. ആദ്യ ഫലങ്ങൾ നന്ദിയും വിശ്വാസവും എല്ലാം ദൈവത്തിൻ്റേതാണെന്ന അംഗീകാരവും പ്രതിനിധീകരിക്കുന്നു. നമ്മളും നമ്മുടെ ആത്മീയ ചരിത്രം ഓർക്കണം. ഒരിക്കൽ നാം പാപികളായിരുന്നു, എന്നാൽ ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെടുകയും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. യഥാർത്ഥ ആരാധന ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുന്നതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മുടെ ദാനവും സേവനവും അനുസരണവും രക്ഷ നേടാനുള്ള ശ്രമങ്ങളല്ല, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതികരണമാണ്. ഓരോ അനുഗ്രഹവും നന്ദിയിലേക്കും ആരാധനയിലേക്കും നമ്മെ നയിക്കണം. 27-ാമത്തെ അധ്യായം കനാനിൽ പ്രവേശിച്ച ശേഷം യാഗപീഠം പണിയുകയും ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതിയ വലിയ കല്ലുകൾ സ്ഥാപിക്കുകയും വേണം. ചില ഗോത്രങ്ങൾ ഗെരിസീം മലയിൽ നിൽക്കുകയും മറ്റുള്ളവർ ഏബാൽ മലയിൽ നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് ലേവ്യർ വിഗ്രഹാരാധന, മാതാപിതാക്കളെ അപമാനിക്കൽ, ബലഹീനരെ ചൂഷണം ചെയ്യൽ, അച്ചടക്കക്കേട്, കൈക്കൂലി സ്വീകരിക്കൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക എന്നിവ ചെയ്യുന്നവർക്ക് ശാപം പ്രഖ്യാപിക്കുന്നു. ജനങ്ങൾ ആമേൻ എന്ന മറുപടി പറയുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഗൗരവം ഈ അധ്യായം വെളിപ്പെടുത്തുന്നു. പാപം നിയമലംഘനം മാത്രമല്ല, വിശുദ്ധനായ ദൈവത്തിനെതിരായ മത്സരമാണ്. ആവർത്തിച്ചുള്ള ആമേൻ വ്യക്തിപരമായ സമ്മതത്തെയും ദൈവസന്നിധിയിലെ ഉത്തരവാദിത്വത്തെയും സൂചിപ്പിക്കുന്നു. യാഗപീഠം മനുഷ്യന് ദൈവവുമായി അനുരഞ്ജനം ആവശ്യമാണെന്നും അത് ബലിയിലൂടെ സാധ്യമാകുന്നതുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുകയും അവൻ്റെ വചനത്തിന് കീഴടങ്ങുകയും ചെയ്യുവാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയത ഒരു സാംസ്കാരിക തിരിച്ചറിയൽ മാത്രമല്ല, അനുസരണത്തിലൂടെ പ്രകടമാകുന്ന ഉടമ്പടി വിശ്വസ്തതയാണ്. ഈ യാഗപീഠം നമ്മുടെ പാപങ്ങൾക്കായി പരിപൂർണ ബലിയായ യേശുക്രിസ്തുവിനെയും അവൻ്റെ രക്തത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. എൻ്റെ ദൈനംദിന ജീവിതം ദൈവത്തിൻ്റെ നീതിയും കരുണയും സത്യസന്ധതയും പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വേർതിരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൃപയെ നന്ദിയോടെ ഓർത്ത് ആരാധനയിലും അനുസരണത്തിലും പ്രതികരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആത്മീയമായി മറവിയിലും അനാസ്ഥയിലും ജീവിക്കുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.